വെൽക്കം ബാക്ക് ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. നമ്മളിപ്പോൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ നാഷണൽ ടുലിപ്പ് ഗാർഡനിലെത്തി. ഇത് ഏഷ്യയിലെ ലാർജസ്റ്റ് ടുലിപ്പ് ഗാർഡനാണ്. 30 ഹെക്ടർ സ്ഥലമുണ്ട് ഇവിടെ. 1.5 മില്യണോളം ടുലിപ്സ് സീസണിൽ ഉണ്ടാകുന്ന സ്ഥലമാണ്. അത് മാർച്ച് മുതൽ ഏപ്രിൽ അവസാനം വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ക്ലോസ്ഡ് ആണ്, അപ്പോൾ നമുക്ക് ഒരു നിർത്തിയില്ല. നമ്മൾ വിചാരിച്ചതിൻ്റെ ബാക്കിയൊക്കെ കാണാൻ പറ്റുന്നു, പക്ഷെ ഒന്നുമില്ല. ഇറ്റ്സ് ടോട്ടലി ക്ലോസ്ഡ്. സീസണിൽ മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി വിട്ട് പോവാണ്. ഷാലിമാർ ഗാർഡനിലെത്തി. നല്ല തണുപ്പുണ്ട് ഗൈസ്. കോടമഞ്ഞും മഞ്ഞും മഴയും കൂടി ആയപ്പോ മൗണ്ടൻസിൽ നിന്ന് പോകെ പോണുണ്ടോ. ഇപ്പോ 10 ടെമ്പറേച്ചർ. നാളെ ലേക്ക് പോകുമ്പോൾ മൈനസാണ്. ഇപ്പം ലേയില് -1 കാണിക്കണത് ഉച്ച നേരത്ത്. നാളെ ലൈറ്റ് സ്നോഫോൾ ഒക്കെ ഉണ്ട് ലേയില്. ഫ്രഷ് സ്നോ. ലേയില് ഇപ്പോ റോഡ് വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വശത്തും മഞ്ഞിങ്ങനെ കൂമ്പാരമായി കിടക്കാന്നാണ് അവിടുന്ന് ഹോം സ്റ്റേന്ന് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഷാലിമാർ ബാഗ് അഥവാ ഷാലിമാർ മുഗൾ ഗാർഡനിലെത്തി. പൂന്തോട്ടങ്ങളുടെ നാടായിട്ടുള്ള കാശ്മീരിലെ ഏറ്റവും വലിയ മുഗൾ ഗാർഡനാണിത്. ഇത് 3 തട്ടായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു വമ്പൻ പൂന്തോട്ടമാണ്. 1619 ഷാജഹാൻ ഭാര്യ നൂർജഹാന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത പൂന്തോട്ടമാണ് ഇത്രത്. ജോൺസൺ കണ്ടാ? എനിക്ക് വല്ല പൂന്തോട്ടം ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടാ? ഒരു കുഞ്ഞെങ്കിലും വീടിൻ്റെ മുറ്റത്ത്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടെങ്കിലും പൂക്കൾ വലിയ ക്ഷീണമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പലതരം പൂക്കളുണ്ട്, പേരറിയാത്ത പൂക്കളാണ് അധികവും. ക്യാമറ റോളിങ്. അതെ, ക്യാമറ ഇപ്പോൾ റോൾ ചെയ്ത് തുടങ്ങിയുള്ളൂ. എന്നാൽ പിന്നെ ക്യാമറ കുളത്തിലേക്ക് ചാടട്ടെ. അവിടെ നോക്കിയാൽ വേറെ ടൈപ്പ് പറഞ്ഞു. ഒരു ബ്ലൂവില് അല്ല യെല്ലോയില് ഒരു സാധനമായിട്ട്. എന്തായാലും നല്ല ഒരു കാഴ്ചയാണ് ഷാലിമാർ ഗാർഡനിലൂടെ ഇങ്ങനെ വിവിധ തരം പൂക്കൾ ഇങ്ങനെ കൂട്ടം കൂടി ഉണ്ടായി നിൽക്കുന്നത് നടന്ന് കാണാൻ. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരം ഒരുപാട് പൂക്കളുണ്ട്. പിന്നെ സ്ഥിരം റോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഷാലിമാർ ഗാർഡൻ എന്നുള്ള പേര് പൊതുവേ മുഗൾ ഗാർഡൻസിന് ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലും ഒക്കെ സൗത്ത് ഏഷ്യയിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അതൊരു പേർഷ്യൻ ആൻഡ് അറബിക് ഒറിജിനാണ്. അതിൻ്റെ അർത്ഥം എബോർഡ് ഓഫ് ലവ് എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ഓഫ് പീസ് എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ അത് മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചർ അങ്ങനെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ചത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വളരെയധികം ഷാലിമാർ പെർഫ്യൂമും അങ്ങനെ പല കാര്യങ്ങളും ദ ബെസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണിത്. അത് ശരിക്കും മീനിങ് ഫുള്ളാണ്. ഇവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുകൊണ്ട് നല്ല പൂക്കൾ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തത്. ആ പിങ്ക് റോസൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഏരിയയിൽ 1-2 കച്ചവടക്കാരൊക്കെ ഇങ്ങനെ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ചാനൽ വാട്ടർ ഈസ് അൺസേഫ് ഫോർ ഡ്രിങ്കിങ്. അങ്ങനെ എഴുതിയാലുള്ളത് മനസ്സിലാവുള്ളൂ, ഇത് കുടിക്കാൻ പറ്റില്ല എന്ന്. ഇവിടെ ഈ ഏരിയയിൽ കടന്നപ്പോൾ വെള്ളപ്പൂക്കളുടെ ഒരു സാമ്രാജ്യമാണ്. നമ്മുടെ ഇവിടെ ബേബീസ് ബ്രെത്ത് എന്നൊക്കെ വിളിക്കുന്ന ആ ടൈപ്പ് പൂക്കൾ, ബൊക്കയിലൊക്കെ വയ്ക്കുന്ന പൂക്കൾ, അതെല്ലാം തോന്നുന്നു. അത് ചിലപ്പോൾ കോമൺ ഡേസീസോ അങ്ങനെ എന്തോ വെറൈറ്റികളൊക്കെയാണ്. പക്ഷേ അതിങ്ങനെ അർമാദിച്ച് നിൽക്കുകയാണ്, പൂത്തും മലർന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. പൂക്കൾ കണ്ട് മധ്യാവണി നമ്മൾ ഷാലിമാർ ഗാർഡനിൽ വന്നാൽ മതി കേട്ടോ. ഭയങ്കരമായ ശ്രീനഗർ മൊത്തം അങ്ങനെയാണല്ലോ, പക്ഷേ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് ഗാർഡൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ എല്ലാ വെറൈറ്റികളും നമുക്ക് കാണാം. ഷാലിമാർ ഗാർഡൻ വെറുതെ ഇങ്ങനെ പൂക്കളുടെ ഒരു സാമ്രാജ്യം മാത്രമൊന്നുമല്ല, ഇത് വളരെ നന്നായിട്ട് ലേ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല ഏരിയ കൂടിയാണ്. വെൽ ഡിസൈൻഡ് ആയിട്ട് നല്ലൊരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മലകളുടെ ഭംഗി കണ്ടുകൊണ്ട് ഈ വാലിയിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് 31 ഏക്കർ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതിനെ 3 തട്ടുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഔട്ടർ ഗാർഡൻ ദിവാനി ആം എന്ന് പറയുന്നത്, അത് ഏറ്റവും താഴെയുള്ള തട്ട്, അത് സാധാരണക്കാർക്ക് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ളതായിരുന്നു പണ്ട്. പിന്നത്തെ അതിൻ്റെ 2ാമത്തെ ഉയർന്ന തട്ട് ദിവാനി ഖാസ് എന്ന് പറയുന്ന എംബറേഴ്സ് ഗാർഡൻ 2ാമത്തെ തട്ട്. ഇത് 3ാമത്തെ തട്ടിലാണ്. ഇത് റോയൽ ലേഡീസ് ഗാർഡൻ സനാന ബാഗ്. അതിലാണ് ഈ ഒരു ബ്ലാക്ക് മാർബിൾ ഏരിയയും ഇങ്ങനെ ഫൗണ്ടൻസും ഒക്കെ ഉള്ളത്. ട്രഡീഷണൽ പേർഷ്യൻ ചാർ ബാഗ് അഥവാ 4 ഗാർഡനുകൾ എന്നുള്ള കോൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നടുവിൽ കൂടെ ഒരു കനാല്, ഒരു വാട്ടർ ചാനലുണ്ട്. ഇതിനെ ഷാ നഹർ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കനാലിലെ വെള്ളം കുടിക്കരുതെന്ന് അവിടെ പല സ്ഥലത്തും സൺസേഫ് ഫോർ ഡ്രിങ്കിങ് എന്ന് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് അത്ഭുതമായി. ഈ ചാനലിലെ വെള്ളം കണ്ടാൽ എന്തായാലും കുടിക്കാനൊന്നും ഇപ്പോൾ തോന്നില്ല. ഇനി ഏതെങ്കിലും സമയത്ത് അങ്ങനെ ശുദ്ധമായ ഒരു തോന്നലുണ്ടാവുമോ എന്നും മനസ്സിലായില്ല. എന്തായാലും ഈ പൂന്തോട്ടം ഇങ്ങനെ നിലനിർത്താനായിട്ടുള്ള രീതിയായിട്ടോ ഈ കനാല് ഇതിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. നല്ല പ്ലാനാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ഈ ഗാർഡൻ്റെ ഭംഗി കണ്ട് ഇങ്ങനെ നടന്നു. മഴ ഉണ്ട്, പക്ഷെ മഴ ഇങ്ങനെ ആസ്വദിച്ച് നടന്നു. ഓർക്കിഡ്സൊക്കെ നിൽക്കണുണ്ട്. നമ്മുടെ അവിടെ 4 മണിപ്പൂ നിൽക്കണ പോലെ ഇങ്ങനെ ചുമ്മാ പല നിറത്തിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്.
ശ്രീനഗറിലെ ഈ ഷാലിമാർ ഗാർഡൻ്റെ പ്രത്യേകത ഇത് മുഗൾ ഗാർഡൻസിൽ ഈ ഒരു മോഡലിൽ ആദ്യത്തെയാണ്. 1619 ഉണ്ടാക്കിയതിന് ശേഷം ഇതേ പേരിൽ ഷാലിമാർ ഗാർഡൻ ലാഹോറിൽ 1641 പണിതിട്ടുണ്ട്, ഷാജഹാൻ തന്നെ. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡൽഹിയിൽ 1653 ഒരു ഷാലിമാർ ഗാർഡൻ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാലിമാർ എന്നുള്ള ആ ഒരു ലെഗസി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. ശ്രീനഗറിൽ ഇനി പല കാഴ്ചകളുണ്ട്. നിഷാന്ത് ഗാർഡൻ ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഷാലിമാർ ഗാർഡൻ കണ്ടതുകൊണ്ട് ഇനി ഇത് അവസാനിപ്പിച്ച് നമുക്ക് താമസ സ്ഥലത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു. പുറത്ത് കിടക്കാണ്. ഷാലിമാർ ഗാർഡൻ്റെ പുറത്ത് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനാണ്. ഭയങ്കര സന്തോഷമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. പുള്ളിയുടെ മുഖം കണ്ടാൽ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. പുള്ളി ഇങ്ങനെ പറയാണ്, ഓ കേരളത്തിലെ മനുഷ്യർ എത്ര നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവേശം കൊള്ളാണ്. നമുക്ക് കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ബംഗ്ലാബന്ധിയിൽ കണ്ട ഒരു പട്ടാളക്കാരനെയാണ് ഓർമ്മ വന്നത്. ഓ കേരൾ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യനെ. वो तो हमारा इंडिया का अच्छा स्टेट है और हमेशा देखा ना कभी राजनीति एक ही सरकार रहेगी. अभी देख लो 4 स्टेट में बीजेपी एक गधे घोड़ी तरह गाड़ी लगा रहे नहीं लगाते हैं. മലയാളികൾ വളരെ സത്യസന്ധരാണ്, സിവിക് സെൻസ് ഉള്ളവരാണ്, റോഡിൽ അങ്ങനെ തോന്നിയ പോലെ വണ്ടിയിട്ട് പോവില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആയി, അങ്ങോട്ട് പൊങ്ങി സന്തോഷം കൊണ്ട്. മലയാളികളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെക്കുറിച്ച് പോലും ആ പട്ടാളക്കാർ സംസാരിച്ചു. അതെനിക്ക് ഒരു സർപ്രൈസായി. പിന്നെ ഇന്ന് പുതിയൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട് കാശ്മീരി വീട്ടിൽ നിന്ന്. നമ്മുടെ കാശ്മീരി ഫ്രണ്ട് ഇന്നലെ പരിചയപ്പെട്ട സൈനുമാർ പുള്ളിയുടെ വീട്ടിലേക്ക് നമ്മളെ വൈകുന്നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഒരു വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങി കൊണ്ടുപോകാൻ വെച്ചിട്ട് പരിചയമുള്ള സംഗതികൾ അധികം കാണുന്നില്ല. എന്നിട്ട് എല്ലാവരും നേരത്തെ മത്സരിച്ച് കടിച്ചു പൊട്ടിയണേ. ടേസ്റ്റുള്ള സാധനമാണോ? നല്ലതാണെങ്കിൽ കുറച്ച് വാങ്ങാൻ വെച്ചിട്ടാ വണ്ടിയിലിരുന്ന് കഴിക്കാലോ. ഇവിടുത്തെ നാടൻ ബദാമാണ്. എൻ്റെ കവറ് പൊളിഞ്ഞിട്ടുണ്ട്. മമ്മ എന്നിട്ട് ചെയ്യണേ, വെറുതെ പല്ല് കളയണ്ട കേട്ടോ. ചേട്ടനെ അവിടെ അതിൻ്റെ പരിപ്പെടുത്തു. അമ്മ അത് നൈസായിട്ട് വിടുന്നതായിരിക്കും നല്ലത്. തോറ്റ് പിന്മാറി, കുറച്ച് സ്വീറ്റ്സ് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. Please. Can you go to the washroom? Yeah, please. Yeah. How we will sit down? Hello. Cheeky karo. Some sweets. നല്ല കോസി. Yes. Give me one. Please. Come here. I feel cold. നല്ല ചുഖം. Thank you. My father worked with medicine since 20 years. Doctor without borders. At least 25 years. Very long time. Now he's died. He's now doing gardening and something, just sitting at home. But he's working. Thank you. No, he went somewhere. I don't know. Every evening he left home for enjoy. We have a great river here in backside. So everyone went in the evening to that river. Yeah. So enjoy. Badi ko. Api ko bhi bola, api ko. Saçma paralarla, temos orayı keraklı nesi küçük olduğuna koy, temos bunu sulaydı zaten. Temos like We have another tiger here, the elder one. Oh yeah. My niece. Cesari Bey'di. My showed me the niece, photo. Power catch. Actually, we had a big accident on the road. Today. Yeah, it was in at least 3:30. Some swift car wala jumped into the pole, electric pole. Kadayı var, Seriously ben kaynasa bir yer. And we got cut off flat. So we Ha, are bilek paying it, karım, that's bilek why. karım. Aca Fatma'yı dara.
lot of Like this. water in the आजा road. आजा मेरी जान आजा Because of raining, it was flooding. The road was No, flooded. no, no. He was very high speed. He was driving very high speed. Makhmal. Makhmal. I don't know what to call in Kerala. Makhmal. This maybe the cloth is called makhmal. Yeah, clothes is called Ah, Makhmal. mal. Malmal? Turi, we say so. Very soft. Yeah, this is very This is soft. on my. Then زوتر one. نار شكل It's 900 shirt only. Mm-hmm. 900 rupees shirt. Local in the local market for local people. People often wear this, like in parties or Or as a kurta top. yeah, kurta top. This you made for yourself. She made a present for my wife on the time of marriage. So she kept it, and Ataiji closed it like a gold. That's very beautiful. That's very beautiful. She did the needle. Seeing this side and you go there. Please inform them that we'll be reaching on 1.5 hours more. Later she will start It's here. okay, I hope. Oh, the Full bag. front. Thank Ah. you. قرن فقشي كل جاي Yeah, You can see I'm a this is the view. border. Oh my god. The brides wear on the time of nikah. I've seen this in some movies and Yeah, maybe in Bollywood movies. oh yeah. So आपको तो she knows English. Kind of. Over my head. You will be learning this, right? Like this from Dadi? Ammi. Ammi? आप ही सीखोगे ना ये करना? हाँ? She wants to become an army officer. Oh, that's great. Salute. Actually, the function is around in September. My neighbor, so they want to gift this to their bride. So they told Mama that you will do yourself. This takes how many days to finish up? Maybe 3 months. 3 Oh, months. yeah, At least such 3 months. delicate work. She, before marriage, when I was in 3rd class, so Papa was, had a bad time. So Mama was there, so she started earning from this. So She was the one who bought us clothes to send school and all. She paid the fees, dues, That's how brave mothers are. yeah. She done everything. Yeah. And another one is Soznia. So you have an outlet kind of thing? No. She done at home, prepare the money, give it to the person who gave orders. After that, she received a new order. Now she's not doing this. It's all a request तुम कहो from our neighbors. तुम कहो They want gift because they like her hand. Here's my father. Gangavel. Gangaval, no. Gangaval. Gangaval. Nepal. Vision, no, No, here it's in not in Kashmir. Nepal. It's in Solmarg. Sonmarg side. Sonama. Vision sir, Christian sir, Oh. and Gangaval. 7 Great Lakes. Oh, okay. Beautiful lakes. That's one of There them. are beautiful lakes, small lakes. Mm-hmm. Fatima, ये कौन है? ये कौन है? Fatu, Itone. Ajwa had the same here. But what we did was, Chachu. made rubber and it stopped. Otherwise, it was like a Maggie all over his head. He When she go prefers for it the that bath? way. He uses the curl cream and no, he doesn't want the curls to go away. So at No. Even I don't want. But for school, they have to go in a Atai and all. proper comb and all. I told her that slowly she is getting close. She will jump. Can you sing a rhyme? Sonali? Peter, pumpkin eater, had a wife and could not give. He put her in a pumpkin shell. Here we kept her very well. Oh, nice! You sang so sweet and so beautiful. Nice. You കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു get good grades in this class? You have friends? Lot of friends? How many friends you have? Zia, Sarah, Aisha. Oh, they are your best friends.
And the teacher's name? Zia ma'am. Oh, Tasya ma'am. You like that? उसको ये कहते हैं अपनी टीचर से उनके से बात नहीं करनी, जाओ 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 करो अपना काम। तो आपकी grandfather के साथ will you go Mount? फातिमा रहो। मिठाई खाओ। Eat. I'm Scott, how are you? क्या? Mom? Mother. You Aja, you are expect to her. Let's today go to the head, talk to her, mother to etc. That is so. This is a small kitchen. There is big kitchen. Yeah, there is big kitchen house. Oh. It's like for a small family here in Kashmir. Small. Oh, so you made all the things here. The chicken and all. Chicken. But we eat here. This is called beta. അപ്പോൾ ഉമറിൻ്റെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയും കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് റീഡയറക്റ്റ് ചെയ്ത ഒരു ഹോട്ടലിലേക്ക് വന്നു. Yeah, good evening. We are redirected from Sheshbagh. Okay. Yeah. My kids is there in Delhi. I'm at your home, right? Yeah. Okay. Yeah. പുറത്ത് മതി. Yes, ma'am. Yeah. Okay. You need the IDs? Yes, ma'am. Have a seat, sir. Right here, sir. സോ നമുക്കിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ള റൂം അസൈൻ ചെയ്തിട്ടുള്ള റൂം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണക്റ്റഡ് ഫാമിലി റൂം. അപ്പോൾ ദാറ്റ്സ് നൈസ് തിങ്. കാരണം നമുക്ക് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാം. അതേസമയം തന്നെ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് ഏരിയ ആണ്. അതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷ്റൂമേ ഉള്ളൂ. സോ ദിസ് ഈസ് 1 റൂം, ദിസ് ഈസ് ദ സെക്കൻഡ് വൺ. ഇടയിൽ ഡോറില്ല, കണക്റ്റഡ് ഫാമിലി റൂം. അപ്പോൾ ഇതിൽ ഒരു വാഷ്റൂമേ ഉള്ളൂ. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് നാളെ 5 o'clock തന്നെ പോകേണ്ട കാരണം അധികം കുളിയും തെളിയൊന്നും ഉണ്ടാവില്ല. തണുത്ത് വരയിച്ചിട്ട് ശ്വാസം ഇങ്ങനെ ഒരു ബ്രീതിങ് കിട്ടാണ്ടായി തുടങ്ങി. ഭയങ്കര കോൾഡാണ്. 10 ആണ് ആയിരുന്നത്. ഇപ്പോൾ ഒരു ഓരോ മണിക്കൂർ കഴിയും തോറും അത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പിള്ളേർ നമ്മുടെ ലഗേജൊക്കെ കയറ്റി വയ്ക്കുകയാണ്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. കുറേ ദിവസമൊക്കെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മളിന്ന് ചെക്ക് ഇൻ ചെയ്യണത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇത് റോസിൻ, ഹെറിറ്റേജ് റോസിൻ. നമ്മൾ ബുക്ക് ചെയ്തത് വേറൊരു സ്ഥലത്താണ്, ഷേഷ്ബാഗ് എന്ന് പറഞ്ഞിട്ട്. ഷാലിമാർ ഗാർഡൻ്റെ തൊട്ടടുത്തുള്ളതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ ചെന്നില്ല. അവിടുത്തെ പാർക്കിങ്ങിൻ്റെ സ്ഥലം ചോദിച്ച് വിളിച്ചപ്പോൾ തന്നെ, അതിന് മുമ്പിൽ ചെന്ന് വിളിച്ചപ്പോൾ തന്നെ അവർ ഭയങ്കര സോറി പറഞ്ഞു, റൂംസ് എല്ലാം ഫില്ലാണ്. ഞാൻ പറഞ്ഞു booking.com ചെയ്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് ഭയങ്കരമായിട്ട് സോറി പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് വേറെ നല്ല സ്ഥലത്തേക്ക് തരാം, ഞങ്ങളുടെ ഫില്ലാണ്. ദാൽ ലേക്കിന് തന്നെ അടുത്തുള്ള കുറച്ചും കൂടി ഇരട്ടി വിലയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് റേറ്റിലൊന്നും കൂടുതൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതേ റേറ്റിന് തന്നെ തരാം, ഞങ്ങളുടെ തെറ്റാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ റിവ്യൂ ചെയ്യും, booking.com കംപ്ലയിൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലും ഇരട്ടി വരെയുള്ള സ്ഥലം അതേ റേറ്റിന് കിട്ടി. അത് നല്ല കോളടിച്ചു. സോ ദിസ് ന്യൂ പ്ലേസ് ആൻഡ് ഇറ്റ്സ് എ ബെറ്റർ പ്ലേസ്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ നമ്മൾ നാളെ ഏർലി മോർണിംഗ് 5 മണിക്ക് ലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ ലോങ് റോഡ് ട്രിപ്പിൻ്റെ പ്രൈം ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ നാളെ എത്തുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.